ഒരു 26 വയസ്സുകാരൻ്റെ ജീവൻ, വെറും 6 ദിവസത്തെ വിചാരണ, ഒടുവിൽ വിധി വന്നിരിക്കുന്നു, തൂക്കിലേറ്റുക. ഇറാൻ എന്ന രാജ്യം ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. ഇർഫാൻ സുൽത്താനി എന്ന യുവാവിനെ തൂക്കുമരത്തിലേക്ക് നയിക്കുമ്പോൾ അത് വെറും ഒരു വധശിക്ഷയല്ല, മറിച്ച് അവിടെ നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനുള്ള ഭരണകൂടത്തിന്റെ അവസാനത്തെ ആയുധമാണ്. വേജിംഗ് വാർ എഗെയിൻസ്റ്റ് ഗോഡ് അഥവാ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്തു എന്ന വിചിത്രമായ കുറ്റം ചുമത്തിയാണ് ഇർഫാനെ ഇറാൻ കൊലമരത്തിലേക്ക് വിടുന്നത്. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന്, ഒരു ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങളെ ചോദ്യം ചെയ്തതിന് ഒരു യുവാവിന് നൽകുന്ന വില ഇതാണോ? കഴിഞ്ഞ 2 ആഴ്ചയായി നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ ഇതുവരെ 6000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ വരുന്ന ഇറാനിലെ ഇന്നത്തെ അവസ്ഥ സത്യത്തിൽ എന്താണ്? അന്താരാഷ്ട്ര ലോകം, പ്രത്യേകിച്ച് അമേരിക്ക, ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇർഫാൻ സുൽത്താനിയുടെ അവസാന നിമിഷങ്ങളെക്കുറിച്ചുള്ള നടുക്കുന്ന വിവരങ്ങൾ നമുക്ക് നോക്കാം. ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും ഭയാനകമായ ഒരു വാർത്ത തന്നെയാണിത്. ഇറാൻ വീണ്ടും ഒരു ചോരക്കളമായി മാറുകയാണ്. ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയിയുടെ ഭരണത്തിനെതിരെ രാജ്യമെമ്പാടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നു വരുന്നത്. ഇതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട 10,000-കണക്കിന് ആളുകളിൽ ഒരാളാണ് ഇർഫാൻ സുൽത്താനി. വെറും 26 വയസ്സ് മാത്രം പ്രായമുള്ള ഇർഫാൻ ടെഹ്റാൻ അടുത്തുള്ള കറച്ച് സ്വദേശിയാണ്. കഴിഞ്ഞ ജനുവരി 8-നാണ് ഇർഫാനെ അധികൃതർ പിടികൂടുന്നത്. വെറും 6 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു എന്നത് ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിനെ ഒരു ഫാസ്റ്റ് ട്രാക്ക് എക്സിക്യൂഷൻ എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ വിശേഷിപ്പിക്കുന്നത്. ഇർഫാനുമേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്താണെന്ന് അറിയാമോ? വേജിംഗ് വാർ എഗെയിൻസ്റ്റ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്നർത്ഥം വരുന്ന മുഹറബെ എന്ന ഗുരുതരമായ കുറ്റമാണ് ചാർത്തിയിരിക്കുന്നത്. ഇർഫാന്റെ കേസിൽ യാതൊരു വിധത്തിലുള്ള നീതിയും നടപ്പിലായിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ആരോപിക്കുന്നു. അദ്ദേഹത്തിന് ഒരു വക്കീലിനെ വയ്ക്കാനോ കോടതിയിൽ സ്വന്തം ഭാഗം വിശദീകരിക്കാനോ ഉള്ള അവസരം പോലും ലഭിച്ചില്ല. ഇർഫാന്റെ സഹോദരി ഒരു അഭിഭാഷക ആയിരുന്നിട്ട് കൂടി കേസിന്റെ ഫയലുകൾ പരിശോധിക്കാൻ പോലും അധികൃതർ സമ്മതിച്ചില്ല എന്നത് ഇറാനിലെ നിയമവ്യവസ്ഥയുടെ ക്രൂരത വെളിവാക്കുന്നു. ജനുവരി 14-ന് ബുധനാഴ്ച ശിക്ഷ നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ ഇറാനിലെ മരണസംഖ്യയെക്കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് IHR റിപ്പോർട്ട് പ്രകാരം ഇതുവരെ 648 പേർ കൊല്ലപ്പെട്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്റർനെറ്റ് ഷട്ട്ഡൗൺ നിലനിൽക്കുന്നത് കൊണ്ട് യഥാർത്ഥ വിവരങ്ങൾ പുറം ലോകം അറിയുന്നില്ല. ചില കണക്കുകൾ പ്രകാരം മരണസംഖ്യ 6000 കടന്നിട്ടുണ്ടാകും എന്ന് കരുതപ്പെടുന്നു. 9 കുട്ടികൾ പോലും ഈ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്നത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാര്യമാണ്. ഇറാനിലെ ഈ ക്രൂരതയ്ക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണമാണ്. ഇറാനിലെ ദേശസ്നേഹികളായ ജനങ്ങളെ, നിങ്ങൾ പ്രതിഷേധം തുടരുക, സഹായം ഉടനെത്തും എന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത്. ഇറാൻ വധശിക്ഷ നടപ്പിലാക്കിയാൽ വളരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ ഇറാനിലെ പല ആശുപത്രികളും പരിക്കേറ്റ പ്രതിഷേധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പട്ടാളവും പോലീസും ജനക്കൂട്ടത്തിന് മേൽ മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. ഇർഫാൻ സുൽത്താനിയുടെ വധശിക്ഷ നടപ്പിലാക്കിയാൽ അത് ഇറാനിലെ പ്രതിഷേധങ്ങളെ കൂടുതൽ ആളിക്കത്തിക്കുമോ അതോ ജനങ്ങളെ ഭയപ്പെടുത്തി നിശബ്ദരാക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. ഇർഫാൻ സുൽത്താനി എന്ന യുവാവ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള പ്രതിഷേധകരുടെ ശബ്ദമായി മാറിയിരിക്കുകയാണ്. ബി ഹിസ് വോയിസ് എന്ന ക്യാമ്പയിനുമായി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഇറാനിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് മനുഷ്യാവകാശ സംഘടനകൾ ഈ ശിക്ഷ തടയാൻ ഐക്യരാഷ്ട്രസഭയോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ അധികൃതർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.